നമസ്കാരം. ഞാൻ അനിൽ നമ്പ്യാർ. ഞാൻ രാഖി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ. അതെ, തിരുവോണമാണ്, പൊന്നിൻ തിരുവോണം. അതെ അതെ, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണമാണ്. എല്ലാവർക്കും എന്തായാലും ജനം ടിവിയുടെയും ഞങ്ങളുടെയും വകയല്ലേ. യെസ്, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ചിങ്ങം 20 തിരുവോണം, 2025 സെപ്റ്റംബർ 5 വെള്ളി, രാഹുകാലം ഉച്ചയ്ക്ക് 1:54 മുതൽ 3:25 വരെ. പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം അല്ലേ? യെസ്. News headlines brought to you by Happy Peanut Butter, a healthy source of protein. ഇന്ന് തിരുവോണം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നോണത്തെ വരവേറ്റ് മലയാളികൾ. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. എല്ലാ പ്രേക്ഷകർക്കും ജനം ടി വിയുടെ ഓണാശംസകൾ. പള്ളിയോടങ്ങളുടെ അകമ്പടിയിൽ തിരുവോണത്തോണി ആറന്മുളയിൽ. ക്ഷേത്രക്കടവിൽ ആചാരപൂർവ്വം സ്വീകരണം. ഉത്രട്ടാതി ജലമേളയ്ക്ക് ഇനി 4 നാൾ. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് ഇന്ന് രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടക്കം. വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ 320 കാര്യകർത്താക്കൾ പങ്കെടുക്കും. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് മാർഗദർശനം നൽകും. ട്രംപിന്റെ മുന്നറിയിപ്പുമായി പുടിൻ. ഭാരതത്തോടും ചൈനയോടും താരിഫ് ഭീഷണി വേണ്ട. കൊളോണിയൽ കാലഘട്ടം കടന്നുപോയെന്നും റഷ്യൻ പ്രസിഡന്റ്. സർക്കാർ ആശുപത്രികളുടെ വികസനത്തിൽ അലംഭാവം. മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ നടപടി വൈകുന്നു. ആരോഗ്യ വകുപ്പിൻ്റേത് മുഖം രക്ഷിക്കാനുള്ള നടപടികളെന്ന് ആക്ഷേപം. മുനമ്പം ഭൂസമരം 3ാം ഘട്ടത്തിലേക്ക്. വിവിധ മതസമുദായ നേതാക്കൾ ഇന്ന് സമരപന്തലിലെത്തും. പോരാട്ടം 328ാം ദിവസത്തിലേക്ക്. ഓണം പൊന്നോണം. ഇന്ന് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മകളുമായി ചിങ്ങത്തിലെ പൊന്നിൻ തിരുവോണമാണ്. കേരളം വാണിരുന്ന മഹാബലി മന്നന് വാമനമൂർത്തിയാണ് മോക്ഷം നൽകിയത്. തൻ്റെ പ്രജകളെ കാണാനായി മാവേലി മന്നൻ എല്ലാ വർഷവും എഴുന്നള്ളുന്ന ദിനമെന്നാണ് ഈ ദിവസത്തെ ആഘോഷത്തിന്റെ ഐതിഹ്യം. ഓണപ്പൂക്കളങ്ങളും ഓണക്കോടിയും ഓണസദ്യയുമായി മലയാളികൾ ഈ ദിവസം ആഘോഷിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ജനം ടിവിയുടെ തിരുവോണാശംസകൾ. രാഖി, തിരുവോണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കുട്ടിക്കാലം ഓർക്കുന്നു. ഓടി വരുന്ന പാട്ട്, മനസ്സിൽ ഓടി വരുന്ന പാട്ട് ഏതാ? എനിക്ക് തോന്നുന്നു എന്നെക്കാൾ നല്ലത് പാട്ട് പാടാൻ
ചേട്ടനായിരിക്കും. പാട്ട് പാടുമോ? ഇല്ല, പാട്ട് പാടില്ല. എന്തായാലും ചേട്ടൻ അത്യാവശ്യം പാടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതെ, ഞാൻ പാടിയാ പാടുവിടും. എങ്കിലും നമുക്കൊരു ഇന്ന് തിരുവോണമാണല്ലോ, അതുകൊണ്ട് പ്രേക്ഷകർ നമ്മളെ സഹിച്ചോളൂ അല്ലേ? കുഴപ്പമില്ല. അതെ, ഒരു രണ്ടുപേര് പാടാല്ലേ? തിരുവോണപ്പുലരിയതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തെറ്റിപ്പോയി നേരത്തെ. ജനം TV അണിഞ്ഞൊരുങ്ങി. തിരുമേനി എഴുന്നള്ളും സമയമായി. ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. നമ്മൾ എന്തായാലും ഓണം ജനം TVക്കൊപ്പമാണല്ലേ? ഓണം ജനം TVക്കൊപ്പം മാത്രമല്ല, ഓണം നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതെ അതെ, ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട്, ഒരുപാട് സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്. എന്തായാലും പ്രേക്ഷകർ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. ഇന്നലെ അല്ലേ തിരുവനന്തപുരം യെസ് നരേഷ് അയ്യ പാടി തകർത്തു, നമ്മൾ ആടി തകർത്തു. അതെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം. തിരുവോണ നാളിൽ ശാലിനിയുണ്ട് തിരുവനന്തപുരത്ത്, നമുക്കായി കാത്തിരിക്കുകയാണ്. യെസ്, തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ഓണവില്ല് കുടുംബം പത്മനാഭന് ഓണവില്ല് സമർപ്പിച്ചു. കുട്ടൻ അത്തപ്പൂക്കളമാണ് ഇക്കുറി പത്മനാഭന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ശാലിനിയിലേക്ക് പോകാം. അതെ, ശാലിനി, എങ്ങനെയാണ് അവിടുത്തെ ഒരു തിരുവോണ ദിവസത്തെ കാഴ്ചകൾ? അനിൽ നമ്പ്യാർ ഒപ്പം രാഖി രണ്ടുപേർക്കും നല്ലൊരു തിരുവോണ ദിനാശംസകൾ നേരുന്നു. ഞാനും എൻ്റെ ക്യാമറ പേഴ്സൺ അനീഷ് കാട്ടാക്കടയും സാരഥി അജിത്തും ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തിരുമുൻപിലാണ്. ഒരു പക്ഷേ അനന്തപുരിക്കാർക്ക് മലയാളികൾക്കൊക്കെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് തിരുവോണ നാൾ. അതേപോലെ തന്നെയാണ് പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശ്രീ പത്മനാഭൻ്റെ പിറന്നാൾ ദിവസമാണ് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ദിവസം എനിക്കൊപ്പം തിരുവോണ നാളിൽ ഉള്ളത് ഓണവില്ല് കുടുംബമാണ്. ഓണവില്ല് കുടുംബത്തെ പറ്റി നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മേലാറന്നൂരിലെ ഓണവില്ല് കുടുംബമാണ് വർഷങ്ങളായി ശ്രീ പത്മനാഭൻ ഓണവില്ല് സമർപ്പിക്കുന്നത്. തിരുവോണ നാളിൽ രാവിലെ പ്രധാന പൂജകൾക്ക് ഒപ്പം ആ ഓണവില്ല് സമർപ്പണം നടത്തും. ഇപ്പോഴും ആ ഓണവില്ല് സമർപ്പണം പൂർത്തിയാക്കിയതിനു ശേഷം ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് നമുക്കൊപ്പം ജനം TVക്കൊപ്പം ഓണവില്ല് കുടുംബം ചേരുകയാണ്. ഇതിൻ്റെ മുത്താശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഇക്കുറി ഓണം ഓണവില്ല് സമർപ്പണം? വളരെ ഭംഗിയായിട്ട് തന്നെ ഓണവില്ല് സമർപ്പണം നടന്നു. അത് ഞങ്ങൾ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭഗവാന് തിരുവോണ നാളിൽ ഒരു സമ്മാനം നൽകുക എന്ന് പറയുന്നത്. ഭഗവാന്റെ വിലപ്പെട്ടൊരു സമ്മാനമാണ് ഓണവില്ല്. ഞങ്ങൾ ഉത്രാടനാൾ കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തിയിട്ട് അത് രാവിലെ തന്നെ ഭഗവാന് ചാർത്താൻ വേണ്ടിയുള്ള ഓണവില്ലും കൂടെ എത്തിച്ചേർന്നു. വളരെ ഒരു സ്വീകരണമായിരുന്നു. പിന്നെ ഒരു വേദനയായിട്ടുള്ളത്, ഞങ്ങൾ വില്ല് സമർപ്പിക്കുമ്പോൾ അത് ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ചിട്ട് അതിൻ്റെ രണ്ട് വശങ്ങളിലെ കുഞ്ചലവും ഞാണവും ഒക്കെ കെട്ടുന്നതാണ്. പക്ഷേ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ചെയ്ത വില്ല് അവിടെ വച്ച് നേരത്തെ തന്നെ ആ മണ്ഡപത്തിൽ ഇരിക്കുന്നത് കണ്ടു. അത് ശരിയായ രീതിയല്ല. ഞങ്ങൾ കുടുംബത്തിൽ നിന്നും ആചാരപരമായിട്ട് സമർപ്പിക്കുന്ന ഒരു വില്ലുകൾ മാത്രമേ ഒറ്റക്കൽ മണ്ഡപത്തിൽ ഉണ്ടാകാവൂ. പക്ഷേ അത് പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം അത് ഒരുപാട് വില്ലുകൾ അവിടെ ഇരിക്കുന്നത് കണ്ട് ഞങ്ങൾക്കത് വലിയ വേദന ഉണ്ടാക്കി. ഒരു സമർപ്പണം നടക്കുമ്പോൾ അതിനൊന്നും പാടില്ല എന്ന് ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസറോട് സംസാരിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഇത് പാടില്ല എന്ന് ഞാൻ അവരുടെ അടുത്ത് വളരെ താഴ്മയോടുകൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ഭംഗിയായിട്ട് തന്നെ ചടങ്ങ് നന്നായിട്ട് നടന്നു. ഓണവില്ല് കുടുംബത്തെ പറ്റി ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഓണവില്ല് കുടുംബത്തിന്റെ ഇത്തവണത്തെ ഓണാഘോഷം എങ്ങനെയാണ്? കാരണം എല്ലാ തവണ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത് ശരിക്കും ഓണവില്ല് സമർപ്പണമാണ്. നമ്മുടെ അതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല. ഭഗവാന്റെ അവിടെ ഓണവില്ല് സമർപ്പിക്കുക, ഞങ്ങൾ ആ ഒരു സന്തോഷത്തോടെ ഞങ്ങൾ വരുന്നത്. പിന്നെ ഭഗവാൻ ഇതിന് പുറമെ ഇനി വേറൊരു സന്തോഷം നമുക്കില്ല. കാരണം ഇത്രയും ഒരു ഇത് നമുക്ക് ചടങ്ങ് ഭഗവാൻ അവിടെ നടത്താനുള്ളൊരിത് ഭഗവാന്റെ എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്കത് ഒക്കില്ല. ഓണവില്ലൊക്കെ ഇവർ സമർപ്പിച്ചു. ഓണവില്ല് കുടുംബത്തിന്റെ ഓണസദ്യ എങ്ങനെയായിരിക്കും? ഓണവില്ല് കുടുംബത്തിന്റെ ഓണസദ്യ എങ്ങനെയാണ്? ഓണസദ്യ ഇക്കുറി അമ്മ ഇല്ലാത്തൊരു ഓണമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ടെല്ലാം വളരെ ലളിതമായ രീതിയിലാണ് ഞങ്ങളെല്ലാം തയ്യാറാക്കുന്നത്. പക്ഷേ ഓണവില്ല് സമർപ്പണത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ നടന്നു.
അവർ വളരെ സന്തോഷത്തിലാണ്. ഓണവില്ലൊക്കെ സമർപ്പിച്ചു, ക്ഷേത്ര ദർശനമൊക്കെ നടത്തി. നമുക്കൊപ്പം മറ്റൊരാൾ കൂടി, അതായത് ചില കുഞ്ഞിന് അതിഥി കൂടി ഇത്തവണ ഓണവില്ല് കുടുംബത്തോടൊപ്പം ഉണ്ട്. പക്ഷേ നിറഞ്ഞൊരു സദസ്സായി തന്നെ നമുക്ക് ഇത്തവണ ഇവരെ കാണാൻ സാധിക്കും. മറ്റൊരു വ്യക്തി കൂടി മൂത്താശ്ശേരിക്കൊപ്പം തന്നെയുള്ള ഓണവില്ല് സമർപ്പിക്കുന്ന ഒരു അംഗം കൂടി നമുക്കൊപ്പം ചെയ്തു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണവില്ല് സമർപ്പണം? വളരെ ഭംഗിയായിട്ട് നടന്നു. നമ്മളൊരു സങ്കടം ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ ഓണം സമയത്ത് നമുക്ക് സങ്കടം വരിക എന്ന് പറഞ്ഞാൽ ഒരു വളരെ 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 ഒരു വേദനാജനകമാണ്. കാരണം ആചാരം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജനങ്ങൾ ഓരോരോ പാർട്ടികളും ഓരോരോ ഇതായിട്ട് വരുന്നത്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാര ലംഘനങ്ങൾ ഇവരാരും കാണുന്നില്ല എന്നുള്ളതൊരു വലിയ സങ്കടമാണ്. കാരണം ഇതൊരു ജാതീയമായ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിശ്വകർമ്മ സമൂഹം ചെയ്യുന്ന ഒരു ചടങ്ങിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളൊരു അജണ്ട ഈ അമ്പലത്തിനകത്തുണ്ടോ എന്ന് വരെ നമുക്കിപ്പോൾ സംശയമുണ്ട്. അത് തീർച്ചയായും ആചാരം സംരക്ഷിക്കാൻ നിൽക്കുന്നവർ ഇത് കാണണം, ഇതിനെതിരെ പ്രതികരിക്കണം, ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നൊരു അപേക്ഷ പത്മനാഭൻ്റെ നാമത്തിൽ ഞങ്ങൾക്കുണ്ട്. ഓണവില്ല് സമർപ്പണത്തിന് ശേഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ വളരെയധികം സന്തോഷം. ഓണവില്ല് കുടുംബത്തിന് ഓണാശംസകൾ. എന്തായാലും ഇവിടെ ഓണവില്ല് സമർപ്പണമൊക്കെ പൂർത്തിയാക്കി അവരുടെ സന്തോഷം അവർ പങ്കുവച്ചു. നമ്മളിനി മറ്റു കാഴ്ചകളിലേക്ക് പോവുകയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ നമുക്കറിയാം 2026 ലക്ഷദീപം നടക്കുകയാണ്. 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ലക്ഷദീപമാണ്. അപ്പോൾ ഇത്തവണ ഇവിടെ ഒരു കൂറ്റൻ അത്തപ്പൂക്കളം തയ്യാറാക്കിയിട്ടുണ്ട്. ആ കൂറ്റൻ അത്തപ്പൂക്കളത്തിനൊരു പ്രത്യേകതയുണ്ട്. മുറജപത്തിൻ്റെയും ഒപ്പം തന്നെ ലക്ഷദീപത്തിൻ്റെയും ഒക്കെ ചടങ്ങിൻ്റെ പ്രചരണാർത്ഥം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള അത്തപ്പൂക്കളമാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദിത്യവർമ്മ തമ്പുരാൻ, ഹിസ്കൈനസ് ആദിത്യവർമ്മ തമ്പുരാൻ ഇവിടെ എത്തി അതിൻ്റെ ദീപമൊക്കെ തെളിയിച്ചു. ഇപ്പോൾ ആ ഒരു അത്തപ്പൂക്കളം ഇട്ട ടീമിനെയും ഒപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികളെയും ഒക്കെ ആദരിക്കുന്ന ചടങ്ങുകൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ഒരു മുറജപത്തിൻ്റെയും ലക്ഷദീപത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള പ്രചരണാർത്ഥം നടൻ മോഹൻലാലൊക്കെ ഇവിടെ എത്തി വലിയ രീതിയിലുള്ള പ്രചാരണമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ തുടർച്ച എന്നോണമാണ് ഇത്തവണ ഈ ഒരു തിരുവോണനാളിൽ പത്മനാഭന്റെ പ്രിയപ്പെട്ട തിരുനാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമെന്ന് ആഘോഷിക്കപ്പെടുന്ന ജന്മദിനമായ ഇന്ന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിൽ ഇത്തരത്തിൽ ഒരു വലിയ അത്തപ്പൂക്കളം, എല്ലാ തവണയും പൂക്കളം ഇടാറുണ്ട്, പക്ഷേ ഇത്തവണ അത് കുറച്ചുകൂടി സ്പെഷ്യലാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ മറ്റിടത്തും തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കാത്ത രീതിയിൽ പത്മനാഭന്റെ തന്നെ ചിത്രം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള ഒരു ചിത്രം അതിനകത്ത് മനസ്സിലാകുന്ന രീതിയിൽ ആഖിലേഖനം ചെയ്ത രീതിയിലുള്ളൊരു അത്തപ്പൂക്കളം, അതായത് അനന്തശയനം ആണ് ഇവിടുത്തെ അത്തപ്പൂക്കളമായി ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ വളരെ വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് തൊട്ടടുത്തായി ഇവിടുത്തെ മതിലകം ലക്ഷ്മി ആനയെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വാദ്യമേളങ്ങളുണ്ട്, വായ്ക്കുരവകളുണ്ട്, അകമ്പടിയുണ്ട്, നാമജപമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയുള്ളൊരു തിരുവോണ ദിനം ഇവിടെ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത്രയധികം തിരക്ക് ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങളും അതേപോലെ തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. നമുക്കറിയാം അനന്ത പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രിയപ്പെട്ട ദിവസമാണ്. ആ ഒരു പ്രിയപ്പെട്ട ദിവസം ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പത്മനാഭ ദാസൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ആദിത്യവർമ്മയുടെ പ്രതികരണം കൂടി നമുക്ക് തേടാം. അദ്ദേഹം സംസാരിക്കുമെന്ന് അദ്ദേഹം പോയേക്കാണ്. ഇപ്പോൾ കരമന ജയൻ നമുക്കൊപ്പം ചേരുകയാണ്, ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി കൂടിയാണ്. ചേട്ടാ, ഇന്നിപ്പോൾ ഓണമാണ്. ഓണവിന് സമർപ്പിച്ച് ശ്രീ പത്മനാഭസ്വാമി ശരണം. ഈ വർഷത്തെ ഓണത്തിൻ്റെ പ്രത്യേകത വരാൻ പോകുന്ന നവംബർ 20 മുതൽ 2026 ജനുവരി 14 വരെ നടക്കുന്ന മുറജപവും ലക്ഷദീപവുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണത്തെ അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുള്ളത്. ലോകവ്യാപകമായിട്ട് വലിയ ഒരു ശ്രദ്ധയാകർഷിക്കുന്ന വലിയൊരു മഹത് സംരംഭമാണ്, ഒരു പുണ്യ സംരംഭമാണ് മുറജപവും ലക്ഷദീപവും. 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മുറജപവും ലക്ഷദീപവും ഇനി 2032 ഇനിയുള്ളൂ, 6 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഈ ഓണം ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുമുൻപിൽ ഈ കിഴക്കേ നടയിൽ ഒരുക്കിയിട്ടുള്ള അത്തപ്പൂക്കളം ലക്ഷദീപവുമായി മുറജപവുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അതൊരു പുണ്യ ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ് പറയാനുള്ളത്. ദാസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, അദ്ദേഹത്തിൻ്റെ നാളുകൂടിയാണ്. അപ്പോൾ വലിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ശ്രീ പത്മനാഭസ്വാമിയുടെ നാളാണ് തിരുവോണം, ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറയുന്നത്. 10,000-കണക്കിന് ഭക്തജനങ്ങൾ വന്ന് തൊഴുതു പോകുന്ന ഈ ദിവസം ഏകദേശം 1000-കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം, ഉച്ചഭക്ഷണം, സദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഭഗവാന്റെ പ്രസാദമായി കഴിക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. എല്ലാവർക്കും
സൂചിപ്പിച്ചതുപോലെ വലിയ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാവുന്ന തിരുവോണ നാളാണ്, ചിങ്ങമാസത്തിലെ തിരുവോണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീപത്മനാഭൻ്റെ ജന്മനാളാണ് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഐതിഹ്യ പെരുമയിൽ തന്നെയാണ് പത്മനാഭ ക്ഷേത്ര സന്നിധി ഇത്തവണ ഉള്ളത്. വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ മുറജപത്തിൻ്റെയും ലക്ഷദ്വീപത്തിൻ്റെയും ഒക്കെ ആഘോഷത്തിലേക്ക് നമ്മൾ അനന്തപുരിക്കാർ കടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തലസ്ഥാനത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഈ മണിക്കൂറിൽ. ഇനിയിപ്പോൾ ഓണസദ്യകളുണ്ട് വിവിധ ഇടങ്ങളിൽ. ഒപ്പം ജനം TV കുടുംബത്തിലും ഓണാഘോഷങ്ങളൊക്കെ ഇനി വരും മണിക്കൂറിലുണ്ടാവും. എന്തായാലും ടീം ജനത്തിന് ഞങ്ങളുടെ ബ്യൂറോയുടെ വക ഒരു വലിയ ഓണ ആശംസകൾ, തിരുവോണദിന ആശംസകൾ നേരുന്നു. ഒപ്പം വരും മണിക്കൂറിൽ വിവിധ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് തലസ്ഥാന നഗരത്തിൽ നിന്ന് നമ്മളെ ശാലിനിക്കും അതുപോലെ ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കും സാരഥി അജിത് കട്ടാലിനും തിരുവോണ ദിനത്തിൽ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം ശാലിനി ഇന്ന് വളരെയേറെ സുന്ദരിയായിരിക്കുന്നു എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ നിരവധി കമന്റ്സ് ഉണ്ട്, അത് അറിയിക്കുകയാണ്. ഒപ്പം ആശംസകളും. നമുക്കെന്തായാലും ആറന്മുളയിലേക്ക് പോകാം. തിരുവാറന്മുള അപ്പനുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി രാവിലെ 6 മണിയോടെ ആറന്മുളയിലെത്തി. ഇന്നലെ വൈകിട്ട് കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ട തോണിയെ ആറന്മുള ക്ഷേത്രക്കടവിൽ വഞ്ചിപ്പാട്ടോടെ ആചാരപൂർവ്വം സ്വീകരിച്ചു. മങ്ങാട്ട് ഭട്ടതിരി തോണിയിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ആറന്മുള ക്ഷേത്രത്തിൽ തിരുവോണ സദ്യ തയ്യാറാക്കുന്നത്. ആറന്മുളയിൽ നിന്നും ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ പറയൂ ഓണവിശേഷങ്ങൾ. ഗോകുലിന് ആദ്യം ഓണാശംസകൾ നേരുന്നു, ക്യാമറമാന് ഓണാശംസകൾ നേരുന്നു, അതുപോലെ അവിടുത്തെ സാരഥിക്കും ഓണാശംസകൾ നേരുന്നു. അന്നമ്പേർ, നിങ്ങൾ രണ്ടുപേർക്കും ഓണാശംസകൾ. എന്തായാലും ആറന്മുളയിലാണ് രാവിലെ ഓണാഘോഷങ്ങൾ. ആറന്മുളയിൽ ഇന്നല്ല, ഒരു മാസം മുമ്പ് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വള്ളസദ്യയൊക്കെ ആയിട്ട് ഒരു മാസമായിട്ട് ആഘോഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുകയാണ്. രാവിലെ ആ ക്ഷേത്രത്തിൻ്റെ തിരുമുൻപിൽ വലിയൊരു പൂക്കളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒപ്പം ആറന്മുളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആറന്മുള കണ്ണാടി തന്നെയാണ്. ആ കണ്ണാടിയുടെ മാതൃകയിലുള്ള ആ പൂക്കളം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആറന്മുളയുടെ പള്ളിയോടമാണ്. മറ്റൊരു നാടിനും അവകാശപ്പെടാൻ കഴിയാത്ത പള്ളിയോടങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വിശിഷ്ട ഘടകം കൂടി ആറന്മുളയ്ക്ക് പ്രത്യേകതയായിട്ടുണ്ട്. ആ പള്ളിയോടത്തിൻ്റെ ഒരു ചെറിയ മാതൃക കൂടി ക്ഷേത്രമുറ്റത്ത് പൂക്കളത്തോടൊപ്പം ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെ വർണ്ണാഭമായി തന്നെ ക്ഷേത്രത്തെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് അധികൃതർ. ഒപ്പം ഇതിൻ്റെ ചടങ്ങുകളൊക്കെ രാവിലെ മുതൽ തന്നെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ ഉത്രട്ടാതി വള്ളംകളിയോടുകൂടി മാത്രമേ ആറന്മുളയിലെ ഓണാഘോഷ പരിപാടികളൊക്കെ പൂർത്തീകരിക്കത്തുള്ളൂ. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജനത്തിലേക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ പള്ളിയോടത്തിൻ്റെ അധികൃതർ, പള്ളിയോട സേവാ സംഘത്തിൻ്റെ അധികൃതരൊക്കെ ചേരുകയാണ്. ചേട്ടാ, ആദ്യം തന്നെ ഓണാശംസകൾ. എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇന്ന് വളരെ നല്ലൊരു സുപ്രഭാതമാണ്. ആറന്മുളയ്ക്ക് സംബന്ധിച്ചിടത്തോളം തിരുവോണത്തോണി എത്തിയിരിക്കുന്നു, വിഭവങ്ങൾ എത്തിയിരിക്കുന്നു, കെടാവിളക്ക് എത്തിയിരിക്കുന്നു. കെടാവിളക്ക് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ ഭദ്രദീപം തെളിയിച്ചിരിക്കുകയാണ്. ഇനി ഒരു വർഷം ആ ദീപമായിരിക്കും കത്തുന്നത് ഇവിടെ. അതിനുശേഷം ഇന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. 2 രീതിയിലുണ്ട്. തിരുവോണത്തോണിയിൽ വന്ന വിഭവങ്ങൾ വെച്ചൊരു പ്രത്യേക സദ്യയും, കൂടാതെ പള്ളിയോട സേവാ സംഘം വരുന്നവർക്കെല്ലാം കൊടുക്കുന്ന ഒരു ഓണസദ്യയും നടക്കുന്നുണ്ട്. അതോടുകൂടി ഇന്ന് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങ് നടക്കുകയാണ്. ഇതുകൂടാതെ ചൊവ്വാഴ്ച ആറന്മുള വള്ളംകളിയും അതിനുശേഷം 14-ാം തീയതി ഗംഭീരമായ അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആറന്മുളയുടെ മാത്രം പ്രത്യേകതയാണ് ഈ പള്ളിയോടവും വള്ളസദ്യയും ഒക്കെ. അതുകൂടാതെ മറ്റൊരു കാര്യം വഞ്ചിപ്പാട്ടാണല്ലേ. നമ്മളെല്ലാവരും കൂടെ ചേർന്നൊരു വഞ്ചിപ്പാട്ടെന്ന് പാടാൻ സാധിക്കുമോ? ഒന്ന് നമ്മുടെ ഒരു രാവിലത്തെ ഒരു പ്രഭാതം ഒന്ന് മനോഹരമാക്കായിരുന്നു. ആരംഭിക്കാം. സെമി സർക്കിളിൽ നിന്നാലേ പാടും. എല്ലാവരും സെമി സർക്കിളിൽ നിന്ന് തുടങ്ങാം. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. തിരുവറന്മുളെ വാഴോ തിരുവറന്മുളെ വാഴോ തിരുവറന്മുളെ വാഴും നരനാരായണ പാദം. തിരുവറന്മുളെ വാഴും നരനാരായണ പാദം. തിരുവറന്മുളെ വാഴും നരനാരായണ പാദം.
തിരുവാടിയാകമേ തിരുവാടിയാകമേ താടി കൂപ്പുന്നേ തിരുവാടിയാകമേ താടി കൂപ്പുന്നേ തിരുവാടിയാകമേ താടി കൂപ്പുന്നേ ഏതായാലും അതാണ് എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അത്രത്തോളം ആവേശഭരിതമാണ് ആറന്മുളയെ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഈ ഒരു വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികൾ മാത്രമാണ് ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ സദാ അങ്ങനെ വഞ്ചിപ്പാട്ട് മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ഒപ്പം വള്ളസദ്യയുടെ രുചിയും ആറന്മുളയുടെ ആ ഒരു പ്രത്യേകതയാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ പള്ളിയോടങ്ങൾ രാവിലെ ഈ ആറന്മുള അപ്പനുള്ള കാഴ്ച വിഭവങ്ങളുമായിട്ടുള്ള തിരുവോണത്തോണി ക്ഷേത്രക്കടവിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ 6 മണിയോടുകൂടി എത്തി. മങ്ങാട്ട് ഭട്ടതിരിവാട് തിരുവാറന്മുള അപ്പന് തിരുവോണ സദ്യ ഉണ്ണുന്നതിന് വേണ്ടിയിട്ടുള്ള കാഴ്ച വിഭവങ്ങളുമായിട്ടാണ് ആ തിരുവോണത്തോണി എത്തിയത്. തിരുവോണത്തോണിയെ ആചാരപൂർവ്വം തന്നെ ക്ഷേത്ര കടവിൽ ക്ഷേത്ര അധികൃതരും ഭക്തരും ചേർന്ന് സ്വീകരിച്ചു. നിരവധി പള്ളിയോടങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ആ തിരുവോണത്തോണി ക്ഷേത്രത്തിലെത്തിച്ചേർന്നത്. ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ആ ഒരു ഇതാണ്, പള്ളിയോട സംഘമാണ്. അവർ ക്ഷേത്രത്തിന് മുന്നിൽ വള്ളപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്പ്യാർ, ഈ ആറന്മുളയുടെ ചരിത്രവും പൈതൃകവും സംസ്കാരവും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. ഈ വഞ്ചിപ്പാട്ടും ഇവിടുത്തെ വള്ളസദ്യയും ഇവിടുത്തെ പള്ളിയോടങ്ങളും ഒക്കെ തന്നെയാണ്. അത് ഈ നാടിനോട് ഇഴപിരിഞ്ഞിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും ആഘോഷങ്ങൾ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ആറന്മുളയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്രട്ടാതി ജലമേളയോടുകൂടി മാത്രമേ ആറന്മുളയിൽ ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആറന്മുള ക്ഷേത്രത്തിൽ എത്തിയ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. വല്ലാത്തൊരു ആവേശം കുളിച്ചിരിക്കുകയാണ്. ഡെസ്കിലൊക്കെ ഡാൻസ് ആണ് കേട്ടോ ഈ വഞ്ചിപ്പാട്ടിലല്ലേ. നമ്മുടെ വിനോദൊക്കെ, അതെ, വിനോദനൊക്കെ വഞ്ചിപ്പാട്ട് നന്നായിട്ട് അറിയാം. അതിനനുസരിച്ച് അവരുടെ നാടാണ്, അതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു താളം പിടിക്കുകയാണ്. അപ്പോൾ അല്ലേ, ചുവട് വെക്കാനുള്ള ആവേശം നമുക്കും ഉണ്ടാവുന്നു. അപ്പോൾ ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ അനന്തപത്മനാഭനിൽ നിന്ന് തുടങ്ങി ആറന്മുള അപ്പനിൽ എത്തിയിരിക്കുന്നു അല്ലേ. ഇനിയും ക്ഷേത്ര ദർശനങ്ങൾ ഉണ്ട്. പ്രേക്ഷകരെ ഞങ്ങളിങ്ങനെ കൊണ്ടുപോവുകയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൂടെ. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാം.
മറ്റു കാഴ്ചകളിലൊക്കെ കാണാം അല്ലേ? എവിടെയാണെന്ന് ഇപ്പൊ പറയുന്നില്ല, അത് ഒരു സസ്പെൻസ് ആയി ഇരിക്കട്ടെ. യെസ്. എന്തായാലും സ്വാമിയേ ശരണമയ്യപ്പ. എന്തായാലും നമുക്ക് സന്നിധാനത്തേക്ക് പോകാം അല്ലേ? തീർച്ചയായും തീർച്ചയായും. മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ തിരുവോണ പുലരിയിൽ. യെസ്, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ ശബരിമല സന്നിധാനത്ത് തിരുവോണപ്പുലരിയെ വരവേറ്റ് ഭക്തർ കൊടിമരച്ചുവട്ടിൽ അത്തപ്പൂക്കളം ഒരുക്കിയും മറ്റും പ്രൗഢ ഗംഭീരമായാണ് സന്നിധാനത്തെ ഓണാഘോഷം. ഭക്തർക്ക് തിരുവോണ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. മിഥുൻ മുരളിയാണ് സന്നിധാനത്ത് നിന്ന് നമുക്കിപ്പം ചേരുന്നത്. മിഥുൻ, സന്നിധാനത്ത് ഈ തിരുവോണ പുലരിയിൽ എങ്ങനെയാണ് ചടങ്ങുകൾ? ഭക്തജന തിരക്കാണോ? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? മിഥുൻ ഓണാശംസകൾ നേരുന്നു. മിഥുനും മിഥുൻ്റെ ടീമിനും ഓണാശംസകൾ നേരുകയാണ്. മാത്രമല്ല, എന്തൊരു ഭാഗ്യമാണ് ഈ തിരുവോണ പുലരിയിൽ അയ്യനെ കണ്ട് വണങ്ങുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ? അനിൽ നമ്പ്യാർ, രാഖി, രണ്ടുപേർക്കും ഓണാശംസകൾ. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ വലിയ ഭാഗ്യമാണ്. ഞാൻ അയ്യപ്പ ഭക്തനാണ്, എൻ്റെ ക്യാമറമാൻ അജയൻ നായരും അയ്യപ്പ ഭക്തനാണ്. ഞങ്ങൾക്ക് തിരുവോണ നാളിൽ അയ്യപ്പ സന്നിധിയിൽ അയ്യപ്പസ്വാമിയോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ്. ഒരു വലിയ ആഗ്രഹ സഫലീകരണമൊക്കെ ഉള്ള ഒരു ദിവസമായാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് തിരുവോണ നാളിൽ അയ്യപ്പ സന്നിധിയിൽ ഭക്തർ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി ഈ തിരുവോണ ദിവസത്തെ വരവേൽക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ എല്ലാം ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും വിശേഷ ദിവസങ്ങൾ അയ്യപ്പ സന്നിധിയിൽ ആഘോഷിക്കുക, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി ആ നല്ല നാളുകളെ വരവേൽക്കുക എന്നുള്ളത്. അങ്ങനെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഒരു വലിയൊരു ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഭക്തർ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇന്ന് സുഗമമായ ദർശനം ഭക്തർക്ക് സാധ്യമാകുന്നു. കൊടിമരച്ചുവട്ടിൽ പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാരും മറ്റും ചേർന്നാണ് മനോഹരമായ പൂക്കളം കൊടിമരച്ചുവട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. 18-ാം പടി കയറി കൊടിമരച്ചുവട്ടിലേക്ക് വരുമ്പോഴേ കാണുന്നത് ഈ പൂക്കളമാണ്. ഒപ്പം തന്നെ ബലിക്കൽപുരയ്ക്ക് സമീപം കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുരയിലേക്ക് പോകുന്ന ഭാഗത്തും പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. പൂക്കളമുണ്ട്, ഓണസദ്യയുണ്ട്. അങ്ങനെ മനോഹരമായിട്ട് പ്രൗഢഗംഭീരമായി തന്നെ തിരുവോണത്തെ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ വരവേൽക്കുകയാണ് ഭക്തർ, ദേവസ്വം ജീവനക്കാർ, പോലീസ്, അയ്യപ്പന്മാർ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ സുഗമമായ ദർശനം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തജനങ്ങളെ സന്തോഷത്തിലാക്കുന്ന ഒരു കാര്യം. വലിയ തിരക്കൊന്നും കൂടാതെ സാവധാനം 18-ാം പടി തൊഴുത് കയറി അയ്യപ്പസ്വാമിയുടെ അരികിലേക്ക് എത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സന്നിധാനത്തുണ്ട്. തിരക്ക് ശരാശരിക്ക് അടുത്ത് മാത്രമാണ്. രാവിലെ രാത്രിയിലുമൊക്കെ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് അങ്ങനെ വലിയ തിരക്കോടുകൂടി തിടുക്കപ്പെട്ട് 18-ാം പടി ഒന്നും കയറി വരേണ്ട സാഹചര്യമില്ല. അത് അപൂർവമായി മാത്രമാണ് ഭക്തജനങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓരോ പടിയും തൊഴുത് വണങ്ങി കയറി വരിക എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹ സഫലീകരണത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യമായിരിക്കും. അങ്ങനെ ഓരോ പടിയും തൊഴുത് വണങ്ങി കയറി വരാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഈ സമയത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ബലിക്കൽപുരയ്ക്ക് സമീപത്തു നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. അവിടെയും ഒരു പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ പൂക്കളമാണ്. നിലവിളക്ക് കൊളുത്തി ബലിക്കൽപുരയ്ക്ക് സമീപത്തായിട്ട് അത്തപ്പൂക്കളം തീർത്തിരിക്കുന്നു. രാവിലെ 10:30 തിരുവോണ സദ്യ ഉണ്ട്. ദേവസ്വം ജീവനക്കാരുടെ വകയാണ് ഇന്നത്തെ തിരുവോണ സദ്യ. ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തിരുവോണ സദ്യയിൽ പങ്കെടുക്കാം. നാളെ പോലീസ് അയ്യപ്പന്മാരുടെ വകയായും അവിട്ടം ദിനത്തിൽ സദ്യയുണ്ട്. ഇന്നലെ മേൽശാന്തിയുടെ വകയായി ഉത്രാടം നാളിലും സദ്യ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സദ്യയിലൊക്കെ എത്തുന്ന ഭക്തജനങ്ങളെല്ലാം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വിശേഷമായിട്ടുള്ള കാഴ്ച. ഇന്നും എത്തുന്ന ഭക്തജനങ്ങൾ രാവിലെ 10 മുതൽ തുടങ്ങുന്ന തിരുവോണ സദ്യയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാം. രാവിലെ അന്തരീക്ഷം മേഘാവൃതമാണ്. തണുത്ത കാലാവസ്ഥയാണ്. മഴയും മഞ്ഞുമെല്ലാം ചേർന്നുകൊണ്ട് തണുത്ത ഒരു പ്രഭാതമാണ് ഇന്ന് തിരുവോണ നാളിൽ അയ്യപ്പ സന്നിധിയിൽ ഉള്ളത്. തണുത്തുറഞ്ഞ ആ പ്രഭാതത്തിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി കുഞ്ഞുങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും എല്ലാം കൈപിടിച്ച് സന്നിധാനത്തേക്ക് എത്തുന്നത് ഒരു മനോഹര കാഴ്ച. തിരുവോണ നാളിൽ ഏറ്റവും ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചാവിശേഷങ്ങളായി മാറുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രഭാതമാണ്. തണുത്ത കാലാവസ്ഥയാണ്. തണുത്തുറഞ്ഞാണ് സന്നിധാനം ഉള്ളത്. സന്നിധാനവും പരിസരവും എല്ലാം അത്രയും മഴയും മഞ്ഞുമെല്ലാം ചേർന്ന തണുത്ത കാലാവസ്ഥ പറയുമ്പോൾ തന്നെ നമുക്ക് പ്രകടമാകുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രകടമാകുന്നു എത്രത്തോളം തണുത്തുറഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇന്ന് സന്നിധാനത്ത് തിരുവോണ നാളിൽ ഉള്ളത് എന്നുള്ളത്. കഴിഞ്ഞ രാത്രിയിലെല്ലാം മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ ഉണ്ടായിരുന്നു. ഇന്ന് ഈ സമയത്ത് മാത്രമാണ്, പുലർക്കാലത്ത് മാത്രമാണ്
മഴ മാറി നിൽക്കുന്നത്. എന്തായാലും തിരക്കൊന്നും കൂടാതെ സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്കെല്ലാം ഇന്ന് സാധ്യമാകുന്നു. നല്ല ദർശന സൗകര്യം ലഭിച്ചതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഭക്തജനങ്ങളെല്ലാം മലയിറങ്ങുന്നത്. സന്തോഷത്തിൻ്റെ, ആഗ്രഹ സഫലീകരണത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ എല്ലാം ഒരു സന്തോഷം ഭക്തജനങ്ങളുടെ എല്ലാ മുഖത്തു നിന്നും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അനിൽ നമ്പ്യാർ. മിഥുൻ മുരളി, അജയൻ നായർ തിരുവോണ സദ്യ കഴിച്ച ശേഷം മലയിറങ്ങിയാൽ മതി. നമുക്ക് ഡൽഹിയിലെ തിരുവോണ കാഴ്ചകൾ കൂടി അറിയണം. അതെ, തിരുവോണ നാളിൽ ഡൽഹിയിലെ മലയാളികൾ കൂടുതലായി എത്തുന്ന ഒരു ഇടമുണ്ട്. ആരാധനാ കേന്ദ്രം മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ. അവിടെ നിരവധി മലയാളികൾ എത്തുകയാണ്. അവിടെ നമ്മുടെ ജിഷ്ണു തയ്യാറാണ്. ഈ ജിഷ്ണുവിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം, ഈ മയൂർ വിഹാർ, അവിടെ എല്ലാം തന്നെ ഞാൻ അവിടെ പോയിട്ടുണ്ട് രാഖി. ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ആദ്യ ജനസഭ ചേർന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ജിഷ്ണു കൃഷ്ണനിലേക്ക് പോകാം. ജിഷ്ണു, ഓണാശംസകൾ നേരുന്നു. കൂടെയുള്ളവർക്കും ഓണാശംസകൾ നേരുന്നു. ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? അനിൽ നമ്പ്യാർ, രാഖി, നമസ്തേ. ഓണാശംസകൾ ഞാനുണ്ട്, ഒപ്പം നമ്മുടെ ക്യാമറമാൻ ഉണ്ണി കെ വാര്യരുണ്ട്. രണ്ടുപേർക്കും ഒപ്പം പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുന്നു. ഞാനിപ്പോഴുള്ളത് ഡൽഹിയിൽ മയൂർഹാറിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഇവിടെയും ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളുണ്ട്. ഭക്തരുടെ വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിൽ അലങ്കാരങ്ങൾ ഉണ്ട്. അത്തരത്തിൽ വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും ഒരു തിരക്ക് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. രാഖി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയെ സംബന്ധിച്ച് ഭക്തർക്ക് എത്താൻ സാധിക്കുന്ന, മലയാളികളായിട്ടുള്ള ഭക്തർക്ക് എത്താൻ സാധിക്കുന്ന ഗുരുവായൂർ മാതൃകയിലുള്ള ക്ഷേത്രമാണ് മയൂർഹാറിലെ ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ഇന്ന് പ്രത്യേക പൂജകളുണ്ട്. കൂടാതെ വലിയ പൂക്കളം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ പൂക്കളം, അതോടൊപ്പം വലിയ ഓണസദ്യ, അത്തരത്തിലൊരു കളർഫുൾ ഓണാഘോഷം തന്നെയാണ് ക്ഷേത്രത്തിൽ. പ്രത്യേക പൂജകളും ആരാധനയും അതോടൊപ്പം തന്നെ മലയാളി സമൂഹത്തിന് ആഘോഷിക്കാവുന്ന തരത്തിൽ വലിയൊരു ആഘോഷ പരിപാടികൾ തന്നെയാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. ആ പൂക്കളത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാധാസമേതനായിട്ടുള്ള കൃഷ്ണനെ വരച്ചുകൊണ്ട് ഒരു വലിയ പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെ സംഘാടക സമിതി, അങ്ങനെ എല്ലാവരും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പരിപാടികളുമായി നമ്മളോട് സഹകരിക്കുന്ന ആളുകളാണ്. ജനൻ ടി വിയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും. ചേട്ടാ, ഓണാശംസകൾ. എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ ഇന്ന് ഓണവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടികൾ? വിപുലമായ ഓണസദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 5000 ആൾക്കാർക്ക് ഓണസദ്യ ഉണ്ട്. ഒരു 6000-7000 ആൾക്കാർ കഴിക്കാം. ഡൽഹിയിലെ ഏറ്റവും വലിയ ഓണം സദ്യയാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. എല്ലാ മലയാളികളെയും ഇവിടെ ഒത്തുചേരും. കലാപരിപാടികളുണ്ട്. എല്ലാ മലയാളികൾക്കും, ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ഓണാശംസകൾ. എന്തൊക്കെയാണ് ഈ സദ്യയുടെ ഒരുക്കങ്ങൾ? എന്തൊക്കെയാണ്? 31 കൂട്ടം വിഭവങ്ങളുണ്ട്. ഒരു 6500-7000 പേരെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും അമ്പലത്തിലേക്കുള്ള കാര്യത്തിന് വേണ്ടി വരുന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് എല്ലാവരും വരുന്നുള്ളത്. മലയാളികളെ സംബന്ധിച്ച് ഓണം, വിഷു, അതൊക്കെ ഏത് പ്രവൃത്തി ദിവസങ്ങളിലാണെങ്കിലും ഒരു ആഘോഷത്തിൻ്റെ മൂടാണ്. ഈ ക്ഷേത്രത്തിൽ വരുന്നു, പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഓണം എപ്പോഴും ഒരു ആഘോഷമാണ്. നമ്മൾ നാട്ടിലാണെന്നുള്ളൊരു പ്രതീതിയാണ് ഇവിടെ എപ്പോഴായാലും. എന്തായാലും വിഷു ആയാലും ഓണമായാലും ബാക്കി ജന്മാഷ്ടമി ആയാലും എന്തായാലും ഇവിടെ രാവിലെ മുതൽ പ്രോഗ്രാംസ് ഉണ്ടാവും. അത് ഒരു ഉച്ചവരെ 2-3 മണി വരെ പ്രോഗ്രാം ഉണ്ടാവും. ഊണുണ്ടാവും. നല്ല സദ്യ, എല്ലാ പ്രോഗ്രാമും നല്ല സദ്യ ഉണ്ടാവും. പിന്നെ പുറമേ നമ്മളിപ്പോൾ ഈ കോടിയാർച്ചന നടത്താൻ പോകുന്നുണ്ട്. 1 മാസം പ്രോഗ്രാമാണത്. 27 നാളിനും പൂജകളുണ്ടാവും. പിന്നെ നാട്ടിൽ നിന്ന് അതിനൊരു 51 പേര് വരുന്നുണ്ട്. ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഓണത്തിന് പുറമെ. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും ഒക്ടോബർ 6 മുതൽ നവംബർ 2 വരെ. അൽനബരി, ഈ ഓണാഘോഷത്തോടൊപ്പം തന്നെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ അടുത്ത മാസം ഒരു കോടി അർച്ചന, വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന ആരംഭിക്കുന്നുണ്ട്. ഒരു കേരളത്തിന് പുറത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ്. അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ വിശേഷം പറഞ്ഞാൽ നമ്മൾ 27 ദിവസമാണ്, 27 നാളിനും ഉണ്ടാവും. അത് ഒരു ദിവസം 4 ലക്ഷം വെച്ചിട്ട് 27 ദിവസം 1,80,000 1,80,000 ടൈം ഉണ്ടാവും. അത് എന്നും കലശാഭിഷേകം ഉണ്ടാവും. പിന്നെ അതിന് പുറമെ എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകുന്നേരത്തെ ലഘുഭക്ഷണം എല്ലാം ഉണ്ടായിരിക്കും.
എങ്ങനെയുണ്ട് ഡൽഹിയിൽ ഓണം? എങ്ങനെയുണ്ട്? ഇവിടെ ജനിച്ചു വളർന്നതാണോ അല്ലെങ്കിൽ പഠിക്കണമെന്നോ? ഇവിടെ ജനിച്ചു വളർന്നതാണ്. എപ്പോഴും ഞങ്ങൾക്ക് ഓണം എന്ന് വെച്ചാൽ വിഷു, ഓണം എല്ലാം ഡൽഹിയിലാണ്. എപ്പോഴും അടിപൊളിയാണ് ഇവിടുത്തെ ഓണം. എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ആളുകൾ വിളിക്കുമ്പോൾ നാട്ടിലെ ആഘോഷ പരിപാടികൾ മിസ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഡൽഹിയിൽ അടിച്ചു പൊളിക്കുകയാണോ? ഇവിടെ നാടിനെ മിസ് ചെയ്യാൻ ഒരു വകയും ഇവിടെ വെക്കാറില്ല. നാട്ടിനേക്കായിട്ടും ചിലപ്പോൾ നന്നായിട്ട് നമ്മുടെ ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലായിരിക്കും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഓണാഘോഷ പരിപാടികൾ? ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ? അടിപൊളിയാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ സദ്യ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പൂക്കളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു. അടിപൊളിയായിട്ട് പോകുന്നു. ചേട്ടാ, നമുക്കൊരു ഓണപ്പാട്ട് പാടിയാലോ പ്രേക്ഷകർക്ക് വേണ്ടി? ജനൻ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങോട്ട് നല്ലൊരു ഓണപ്പാട്ട് നമുക്ക് പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാട് പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാട് പൂനിലാവേ വാ. ഓക്കെ, വളരെയധികം നന്ദി. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണപ്പാട്ടാണ് ആ കുട്ടികൾ പാടിയത്. ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ അടച്ചുപൂജ കഴിഞ്ഞ് ആ നട തുറന്നിരിക്കുകയാണ്. ആ ഭക്തരുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും. പ്രവൃത്തി ദിവസമായിട്ടും ഓണാഘോഷത്തിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഒരു വഞ്ചിപ്പാട്ട് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാകും. ഞാൻ മൈക്ക് അവർക്ക് കൈമാറാം. നമസ്കാരം ചേട്ടാ, എങ്ങനെയുണ്ട് ഓണാഘോഷം? എങ്ങനെയുണ്ട്? വളരെ ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് നടക്കുന്നു. ഡൽഹിയിലല്ലേ ഓണം എന്ന് പറയുന്നത്? അതായത് ഓണവും വിഷു എല്ലാം തന്നെ കേരളത്തിന്റെ ഉത്സവമാണ്. അപ്പോൾ നാട്ടിൽ അടിച്ചു പൊളിച്ചുള്ള ഓണാഘോഷം എന്ന് പറയുമ്പോൾ അതൊരു മിസ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഡൽഹിയിൽ നമ്മളത് കളറാക്കുവാണോ? വർഷങ്ങളായിട്ട് കേരളത്തിലെ ഓണം നമ്മൾ കേരളത്തിൽ ആഘോഷിക്കുന്നില്ല. ഓണം വിഷു എല്ലാം നമ്മുടെ ഉത്തര ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ്. അതാണ് ഏറ്റവും നല്ല ഓണവും ഏറ്റവും നല്ല വിഷുവും. നമ്മുടെ ആഘോഷം എല്ലാം ഉത്തര ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ. പ്രവാസി മലയാളികൾക്ക് എന്നും പ്രചോദനമായ ഒരു ക്ഷേത്രമാണ് ഉത്തര ഗുരുവായൂരപ്പൻ. നാടുവിട്ട മലയാളികൾക്ക് എന്നും നാടിനെക്കുറിച്ച് ഓർക്കുവാനും ഓർമ്മിക്കുവാനും ഓർമ്മപ്പെടുത്തുവാനും കഴിയുന്ന സുദിനം നൽകുന്ന ഉത്തര ഗുരുവായൂരപ്പ സ്വാമിക്കും അതിൻ്റെ ആർഷധർമ്മ പരിഷത്ത് എന്ന പ്രസ്ഥാനത്തിനും ഒരിക്കലും പ്രവാസി മലയാളികൾ ഒരിക്കലും മറക്കില്ല. അതായത് അനിൽ നമ്പ്യാർ, കേരളത്തിൻ്റെ ആഘോഷമാണെങ്കിൽ പോലും ഈ പ്രവാസി സമൂഹം അത് കേരളത്തിന് പുറത്ത് ഭാരതത്തിനകത്താണെങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഓണാഘോഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു 2 മാസത്തോളം എല്ലാം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളായിരിക്കും. ഇപ്പോൾ ഈ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട പൂക്കളം തയ്യാറാക്കിയിട്ടുള്ള ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി, ഓണാശംസകൾ. എങ്ങനെയാണ് ഇത്രയും ഭംഗിയായി രാധാസമേതനായിട്ടുള്ളൊരു കൃഷ്ണനെ ഒരുക്കിയത്? അല്ല, എൻ്റെ അച്ഛൻ ചെന്ന് കിട്ടിയ കലയായത്. പിന്നെ എന്താ പറയണ്ടേ, ഞാൻ ഡൽഹിയിലെത്തിയപ്പോൾ ഒരുപാട് പൂക്കള മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി. ചേച്ചിക്ക് സംസാരിക്കുന്നതിന് കലയാണ്, സംസാരിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഈ വഞ്ചിപ്പാട്ടിലേക്ക് ഒന്ന് പോവാം. ചേട്ടൻ നമുക്ക് വേണ്ടി ഒരു വഞ്ചിപ്പാട്ട് പാടുന്നതാണ് പ്രേക്ഷകർക്ക് വേണ്ടി. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഹരി. ഒബത്തൂതിക്കും തങ്കലാക്കി പത്തൂതിക്കും തങ്കലാക്കി പത്തൂതിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈതോഴുന്ന പത്തൂതിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈതോഴുന്ന പത്തൂതിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈതോഴും. ഓ ദൈ ദൈ ദഗദീ ദഗദോ ദഗധീയതിത്തോ പാലാഴിയിൽ പള്ളികൊള്ളും പാലാഴിയിൽ പള്ളികൊള്ളും പാലാഴിയിൽ
പള്ളികൊള്ളും പത്മനാഭ കൈതോഴുന്നേൻ പാലാഴിയിൽ പള്ളികൊള്ളും പത്മനാഭ കൈതോഴുന്നേ പാലാഴിയിൽ പള്ളികൊള്ളും പത്മനാഭ കൈതോഴും ഓ ദൈ ദൈ ദഗദ ധീ ദഗദോ ദഗധീയ ദിത്തോ ദിത്തോ ദിഗദോ. നന്ദി. ഓക്കെ, അടിപൊളി. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വഞ്ചിപ്പാട്ടാണ് ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഒത്തുചേർന്നിട്ടുള്ളവർ പാടിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ഓണാഘോഷ പരിപാടികൾ, കേരളത്തിന് പുറത്തും ഓണാഘോഷ പരിപാടികൾ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീതി വരുത്താത്ത രീതിയിലുള്ള ഓണാഘോഷങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഏതായാലും പ്രേക്ഷകർക്കും ജനം ടിവിയുടെ ഡൽഹി ടീമിന്റെ ഭാഗത്തുനിന്ന് ഓണാശംസകൾ നേരുന്നു. അനിൽ നമ്പ്യാർ. യെസ് ജിഷു, എല്ലാവരും ഞങ്ങളുടെ ഓണാശംസകൾ അറിയിക്കുക. ഏതായാലും ആറന്മുളയിലെ വഞ്ചിപ്പാട്ടിന് ശേഷം മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും നമുക്കൊരു വഞ്ചിപ്പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ സാധിച്ചു. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആ കുട്ടി പറഞ്ഞതുപോലെ പ്രവാസികളാണ് ഓണം ആഘോഷിക്കുന്നത്. അതായത് മലയാളികൾ എവിടെയുണ്ടോ അതിന് കേരളമെന്നോ അല്ലേ ഗൾഫെന്നോ ഡൽഹിന്നോ യൂറോപ്യൻ കൺട്രീസ് ഓണാഘോഷം, അതായത് അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത് പ്രവാസികളാണ്. ഇപ്പോൾ ഡൽഹിയിലാവട്ടെ വിദേശത്താവട്ടെ ആ ചിട്ടയോടുകൂടിയാണ് എല്ലാം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ നമ്മുടെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് അവർ ഓണം ആഘോഷിക്കുന്നു. ഓണം മാത്രമല്ല, വിഷു, മറ്റ് ആഘോഷങ്ങൾ എല്ലാം പ്രവാസികൾ അവർ വളരെ ഭംഗിയായിട്ട് കൊണ്ടാടുകയാണ്. അതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. ഗുരുവായൂരപ്പൻ ക്ഷേത്രം, ഡൽഹിയിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും. ഡൽഹിയിലെ ഗുരുവായൂരപ്പനെ നമ്മൾ കണ്ടു അല്ലേ, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെ കാണാൻ നമുക്ക് പോകാം തൃശ്ശൂരിലേക്ക്. തിരുവോണനാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ്. പുലർച്ചെ 4:30 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ക്ഷേത്രം ഊരാളനാണ് ആദ്യം ഓണപ്പുടവ സമർപ്പിച്ചത്. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഓണപ്പുടവ സമർപ്പിച്ചു. ഉഷപൂജ വരെയാണ് ഓണപ്പുടവ സമർപ്പണം നടക്കുന്നത്. പതിവ് ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച, ശിവയിലിയും മേളവും ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനുവിനും അതുപോലെ സാനുവിനോടൊപ്പമുള്ള ക്യാമറാമാനും അതുപോലെ സാരഥിക്കും ഓണാശംസകൾ നേരുന്നു. സാനു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ. എന്തായാലും ഗുരുവായൂരപ്പനെ കാണാൻ ഇന്ന് മലയാളികളെല്ലാം ഗുരുവായൂരിലെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാനു, മറ്റ് വിശദാംശങ്ങൾ. ആദ്യം തന്നെ ഇരുവർക്കും ഓണാശംസകൾ. എന്തായാലും ഞങ്ങളുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ്. രാവിലെ, അതായത് പുലർച്ചെ 4:30 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിച്ചതോടുകൂടിയാണ് ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത്. രാവിലെ താരതമ്യേന നല്ല ഭക്തജന തിരക്കുണ്ടായിരുന്നെങ്കിലും എന്തായാലും ഇന്ന് മഴയുണ്ട്. തൃശ്ശൂരിൽ മഴ രാവിലെ തൊട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്ക് അധികമായിട്ട് ക്ഷേത്രത്തിലില്ല. വലിയ ക്രമീകരണങ്ങളൊക്കെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ക്രമീകരണങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ഒരുക്കിയെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു ഭക്തരുടെ ഒരു തിരക്ക് രാവിലെ ഇവിടെ നമുക്ക് ദൃശ്യമാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വളരെ താരതമ്യേന ഉള്ള തിരക്കിൻ്റെ, അതായത് മുൻകാലങ്ങളിലുള്ള ഓണ ദിവസങ്ങളിലൊക്കെ ഉള്ളതിൻ്റെ തിരക്കിൻ്റെ അത്രയും പോലും എത്തിയിട്ടില്ല എന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ 9 മണി മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ആരംഭിക്കും എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. 10,000 പേർക്കുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ക്ഷേത്രത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഈ സദ്യക്ക് വരുന്നവർക്കും ഒപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിനായിട്ട് വരുന്നവർക്കും ഒക്കെ പ്രത്യേക ക്യൂ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമാണ് തിരുവോണ സദ്യക്കുള്ള ക്രമീകരണങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരുന്നതിനനുസരിച്ച്, അതായത് രാവിലെ 9 മണിക്ക് ശേഷം വരുന്ന ഭക്തർക്ക് ഇരുന്ന ഭക്ഷണം കഴിക്കാം, ഓണസദ്യ കഴിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ പൂർണ്ണമായിട്ടും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സദ്യക്കുള്ള ക്യൂ 2 മണി വരെ, ഉച്ചയ്ക്ക് 2 മണി വരെ ഈ സദ്യക്കുള്ള ക്യൂവും അതിൻ്റെ ചിട്ടവട്ടങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടാകും എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കാഴ്ച ശീവേലിക്ക് ശേഷം വലിയ ഒരു ആഘോഷപൂർവ്വമുള്ള മേളമടക്കം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഓണനാളിൽ പ്രത്യേക പൂജകളൊക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള മേള
സംവിധാനങ്ങളും ഇതിനോട് ചേർത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ VIP, അതായത് ഈ ഓണ ദിവസം VIP ദർശനത്തിന് ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ദർശനം ഈ ദിവസം അത്ര സാധാരണ നിലയിലുള്ള പോലുള്ള VIP ദർശനത്തിനുള്ള സംവിധാനം ഉണ്ടാവില്ല. സാധാരണ ഭക്തർക്കൊപ്പമുള്ള ദർശനങ്ങൾ മാത്രമായിരിക്കും ഈ ദിവസങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാധാരണ ഓണ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. എന്തായാലും ഇക്കുറി ആ തിരക്ക് ഇവിടെ രാവിലെ മാത്രമായിരുന്നു ദൃശ്യമായിരുന്നു. ഇപ്പോൾ തിരക്കില്ല, സാധാരണ നിലയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അനിൽ തമ്പിയ. എന്തായാലും ഇന്ന് തിരുവോണപ്പുലരിയിൽ സുഗമമായ ദർശനം ഭക്തർക്ക് സാധ്യമാകുന്നുണ്ട്. സാധാരണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. പക്ഷേ സാനു പറഞ്ഞതുപോലെ ഇന്ന് കാലാവസ്ഥ മഴയുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഭക്തർ അങ്ങോട്ട് കൂടുതലായിട്ട് എത്താത്തത്. പക്ഷേ ഉച്ചയ്ക്ക് തിരുവോണ സദ്യ കഴിക്കാൻ കൂടുതൽ പേർ എത്തും. അതെ, നോക്കൂ, എല്ലാ ക്ഷേത്രങ്ങളിലും സദ്യ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഡൽഹിയിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ പറഞ്ഞ കണ്ടില്ലേ, അതായത് 30-ൽ പരം വിഭവങ്ങൾ ഉണ്ട്. മാത്രമല്ല 6000-നും 7000-നും ഇടയിൽ മലയാളികൾ സദ്യ കഴിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനി അടുത്ത ക്ഷേത്രം തൃക്കാക്കരയപ്പനെ കാണാൻ പോകാം. നമുക്ക് പ്രേക്ഷകരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഓണത്തിന് ഭക്തിയുടെ നിറപ്പകിട്ടിൽ തൃക്കാക്കര വാമന ക്ഷേത്രം തിരുവോണ സദ്യയോടെ ഇന്ന് ഉത്സവത്തിന് കൊടിയിറക്കം. രേഷ്മ ചേരുന്നു. രേഷ്മ, തിരുവോണദിന ആശംസകൾ. രേഷ്മ, യെസ്, കൂടെയുള്ളവർക്കും കേട്ടോ ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുക. തൃക്കാക്കരയപ്പൻ്റെ നടയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്, പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്? രേഷ്മ. നമ്പ്യാർ, രണ്ടുപേർക്കും ഓണാശംസകൾ. കൊച്ചി ബ്യൂറോയുടെ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമാണ്. അവിടെയാണ് നിൽക്കുന്നത്. ഓണം എന്ന് പറയുമ്പോൾ തിരുവോണം, ആ തിരുവോണ സദ്യ ഉണ്ടാൽ മാത്രം പോരാ, തൃക്കാക്കര കൂടി അവിടെ എത്തി വാമനമൂർത്തി ഭഗവാനെ ദർശിക്കണമെന്നുള്ളതാണ് ഒരു സങ്കല്പം. തൃക്കാക്കരയിൽ വൻ ഭക്തജനത്തിരക്കുണ്ട്. ഇവിടെ ചടങ്ങുകൾ നടക്കുകയാണ്. 9 ആന എഴുന്നള്ളിപ്പ്, അതിൻ്റെ ശ്രീബലി ചടങ്ങിൻ്റെ മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് പൂജാ ചടങ്ങുകളൊക്കെ തന്നെ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. 9 ആനകളെ ഇവിടെ എഴുന്നള്ളിച്ച് ശ്രീബലി ചടങ്ങ് നടത്തും. അതോടൊപ്പം തന്നെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങാണ് ഇനി അടുത്തതായിട്ട് ഉള്ളത്. അതായത് വാമനമൂർത്തിയുടെ രൂപത്തിൽ ഒരു കുട്ടിയെ സങ്കല്പിച്ചുകൊണ്ട് മഹാബലി തമ്പുരാനെ പ്രതീകാത്മകമായിട്ട് എതിരേൽക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. അതിനുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങ് ഇവിടെ ആരംഭിക്കും. നിരവധി ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. കാരണം തൃക്കാക്കര ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു വാമനന്റെ കാൽപാദം പതിഞ്ഞ ദേശമാണ് തൃക്കാക്കര. ആ തൃക്കാക്കരയുടെ നാഥനാണ് തൃക്കാക്കരയപ്പൻ. ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം വരാൻ പറ്റാത്തവർക്ക്, അതായത് വരാൻ സാധിക്കാത്തവർക്ക് ഈ ഓണപ്പൂക്കളത്തിൽ നടുക്ക് തൃക്കാക്കരയപ്പൻ്റെ രൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ തൃക്കാക്കര ഭഗവാനോട്, വാമനമൂർത്തിയോട് ചേർന്ന് നിന്ന് ഭക്തിയോടുകൂടി തിരുവോണത്തെ വരവേൽക്കാൻ സാധിക്കും. അത്തരമൊരു സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്തതായിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചടങ്ങാണ് മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങ്. ഈ കുട്ടികളെ, അതായത് ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് ആ കുട്ടിയെ വാമനമൂർത്തിയുടെ പ്രതീകമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വാമന രൂപത്തിൽ ആക്കിക്കൊണ്ട് അതിനുശേഷം മഹാബലി തമ്പുരാനെ എതിരേൽക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ആനകളെ എഴുന്നള്ളിച്ചു കഴിഞ്ഞു. ശ്രീബലി ചടങ്ങ് പുരോഗമിക്കുന്നു. ആ ഒരാന എഴുന്നള്ളിപ്പ്, അതായത് 9 ആനകളെ എഴുന്നള്ളിച്ചതിന് ശേഷമാണ് ശ്രീബലി ചടങ്ങ് നടത്തുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ ശ്രീബലി ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഈ മഹാബലിയെ എതിരേൽക്കാനായിട്ടുള്ള ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയും ചെയ്യും. ഈ ഏറ്റവും പ്രധാനമായിട്ട് തൃക്കാക്കരയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് അടുത്തതായിട്ടുള്ളത് 10 മണിക്ക് തുടങ്ങുന്ന ഓണസദ്യയാണ്. അത്രത്തോളം ആളുകൾ, ഏകദേശം 27,000-ത്തിലധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ സമാനമായിട്ട് ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. ഇവിടുത്തെ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രമോദ് ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നു. ചേട്ടൻ, ഇവിടുത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഉടനെ ആരംഭിക്കാൻ പോണ മഹാബലി എതിരേൽപ്പാണ്. ഒരു വാമന രൂപത്തിൽ, അതായത് സാങ്കല്പികമായിട്ട് വാമന രൂപത്തിൽ മഹാബലിയെ, ഒരു കൊച്ചുകുട്ടി വാമന വേഷം കെട്ടി മഹാബലിയെ തൻ്റെ തിരുസന്നിധിയിലേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങാണ് മഹാബലി എതിരേൽപ്പ്. അതായത് അദ്ദേഹത്തിന് മോക്ഷം നൽകി, മഹാബലി തമ്പുരാന് മോക്ഷം നൽകി വാമനൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് മഹാബലി എതിരേൽപ്പ്. അത് താളമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടിയാണ് മഹാബലി എതിരേൽക്കുന്നത്. അതിനുശേഷം വിഭവസമൃദ്ധമായ തിരുവോണ സദ്യയും അതുപോലെ 9 ഗജവീരന്മാർ അണിനിരക്കുന്ന ശ്രീബലി എഴുന്നള്ളിപ്പും അതിനുശേഷം ഉണ്ടാവും.
വൈകിട്ട് 5-ന് കൊടിയിറക്കൽ, അതിനുശേഷം ഭഗവാന്റെ ആറാട്ട് എഴുന്നള്ളിപ്പ്, അതിനുശേഷം ഈ വർഷത്തെ തിരുവുത്സവം സമാപിക്കും. ഈ വർഷത്തെ ഉത്സവം സമാപിക്കുന്നത് ഈ തിരുവോണ ദിനത്തിലാണ്, ആറാട്ടോട് കൂടിയാണ്. ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്നേ ദിവസം തിരുവോണത്തിന് തൃക്കാക്കരയപ്പനെ ദർശിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുണ്യം, എല്ലാ തരത്തിലുമുള്ള പുണ്യം ഭക്തന് ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ 10,000-കണക്കിന് പേരാണ് തിരുവോണ ദിവസം തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക്, കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം, അവിടേക്ക് എത്തുന്നത്, അവിടുത്തെ തിരുവോണ സദ്യയിൽ പങ്കെടുക്കുന്നത്, ഇവിടുത്തെ എല്ലാ പൂജാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നത്. അത്രത്തോളം ഭക്തിയോടുകൂടി തിരുവോണത്തെ വരവേൽക്കുക എന്നുള്ള ഒരു സങ്കല്പം, അതാണ് തൃക്കാക്കരയിൽ. ആ തൃക്കാക്കര അപ്പനെ ദർശിച്ചുകൊണ്ട് 10,000-കണക്കിന് ഭക്തർ ഇവിടെ എത്തി തിരുവോണ സദ്യയിലും പങ്കുകൊണ്ട് നേരെ പോകും. ഈ ഒരു രാത്രിയോടുകൂടി, ആറാട്ട് എഴുന്നള്ളത്തോടു കൂടി ഇവിടുത്തെ ഉത്സവം കൊടിയിറങ്ങുകയും ചെയ്യും. വാമനമൂർത്തി ക്ഷേത്രത്തിൽ അവിടെ എത്തി വാമനമൂർത്തിയെ വണങ്ങിയതിന് ശേഷമാണ് ഈ ഒരു തിരുവോണത്തിന് വീട്ടിലേക്ക് എല്ലാ ഭക്തരും പോകുന്നത്. അത്രത്തോളം ആളുകളേക്ക് ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. എന്തായാലും വാമനന്റെ കാൽപാദം പതിഞ്ഞ തൃക്കാക്കര ദേശത്തേക്ക് നിരവധി ഭക്തരാണ് കടന്നു വരുന്നത്. അനിൽ നമ്പ്യാർ. തൃക്കാക്കരയിലെ വാമനമൂർത്തിയെ വണങ്ങാൻ നിരവധി ജനങ്ങളാണ് വാമന ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. തിരുവോണ സദ്യയോടെ ഇന്ന് ഉത്സവത്തിന് കൊടിയിറക്കമാണ്. ജനം TV തിരുവോണ നാളിൽ പ്രേക്ഷകരെ അവർക്ക് തീർത്ഥയാത്ര ഒരുക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും അവരെ കൊണ്ടുപോവുകയാണ്. ഇനി നമുക്ക് തളി ക്ഷേത്രത്തിലേക്ക് പോകാം. കോഴിക്കോട്ടെ പ്രസിദ്ധമായ തളി ക്ഷേത്രത്തിലേക്ക് പോകാം. തിരുവോണാഘോഷത്തിൽ കോഴിക്കോട് നാടും നഗരവും രാവിലെ മുതൽ കോഴിക്കോട് ജില്ലയിൽ വലിയ മഴയാണ് എന്നുള്ളതാണ് അല്ലേ. മഴ എന്ന് പറയുന്നത് നമുക്ക് അല്പമൊന്ന് നിരാശ നൽകുന്നതാണ്. എന്തായാലും കോഴിക്കോട്ടെ തിരുവോണ വിശേഷങ്ങളുമായി തളി ക്ഷേത്ര പരിസരത്ത് നിന്ന് അനഘ ഹർഷനാണ് ചേർത്തത്. അനഘ, രാവിലെ തിരുവോണ പുലരിയാണ്. ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ തിരുവോണ ദിനാശംസകൾ നമ്മുടെ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? അനിൽ നമ്പ്യാർ, രാഖി, രണ്ടുപേർക്കും തിരുവോണാശംസകൾ നേരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് തളി മഹാദേവന്റെ ക്ഷേത്ര പരിസരത്താണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്നലെ രാത്രി മുതൽ ഇവിടെ കനത്ത മഴയാണ്. ഇന്ന് രാവിലെയും അതിശക്തമായ മഴ തുടരുകയായിരുന്നു. ഇപ്പോഴാണ്, ഈ സമയത്താണ് ഒരല്പം മഴയ്ക്ക് ശമനമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓണാഘോഷങ്ങൾക്കൊരു മഴ അല്പം മങ്ങലേൽപ്പിക്കുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ശക്തമായ മഴ, നഗരത്തിലൊക്കെ തന്നെ വെള്ളക്കെട്ട് പോലും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും ഈ ഓണനാളിൽ ഈ തളി ക്ഷേത്ര പരിസരത്ത് വലിയ തിരക്ക്. ആ ക്യൂ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ആൽമരമുണ്ട്, ആ ആൽമരവും കഴിഞ്ഞ് ക്യൂ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വലിയ രീതിയിൽ തിരക്ക് കുറവാണ്. മഴ തന്നെയാണ് കാരണം. പക്ഷേ തിരുവോണ ആഘോഷങ്ങൾക്കൊരു കുറവും എന്തായാലും ഈ കോഴിക്കോട് ഉണ്ടാവില്ല. ഈ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷമായിരിക്കും ഈ ഓണാഘോഷത്തിലേക്ക് പൂവിടുന്നത്, സദ്യവട്ടങ്ങൾ ഒരുക്കുന്നത്, അതിലേക്കൊക്കെ കടക്കുക എന്നതാണ്. എന്തായാലും നമുക്ക് ഇവിടെ വന്നിരിക്കുന്നവരോട് ഓണ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെയായി, സദ്യവട്ടങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞോ എന്നൊക്കെ അറിയാനുണ്ട്. എന്തായാലും ഓണക്കോടിയൊക്കെ ഉടുത്ത് ആണ് ആളുകൾ ഈ ക്ഷേത്ര ദർശനത്തിലേക്ക് എത്തിയത്. നമ്മുടെ കുറേ പേർ ഇപ്പോഴും എത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇവരോട് ഈ ഓണവിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. സദ്യവട്ടങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് പല വീട്ടമ്മമാരുമുള്ളത്. എങ്ങനെയുണ്ട് ഓണാഘോഷം? സൂപ്പറായിരുന്നു. സദ്യയൊക്കെ ഒരുക്കുന്നത് തുടങ്ങിയോ? ഇല്ല, അമ്പലത്തിൽ തൊഴുതിട്ട് തുടങ്ങുമെന്ന് വിചാരിക്കുന്നത്. ഇന്നെന്താ പരിപാടി? എന്താ സ്പെഷ്യലായി പൂവിടണം, സദ്യ, പിന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരും. എല്ലാ വർഷവും തളിയിൽ എത്താറുണ്ടോ ഓണ ദിവസം? ഇല്ല, എല്ലാ വർഷവും എത്താറില്ല. ഈ പ്രാവശ്യം എന്തായാലും തളിയിൽ വന്ന് തൊഴണമെന്നൊരു ആഗ്രഹം. അത് തന്നെയാണ്. ഒരു കുട്ടിയുണ്ട്. ഇത് ഓണക്കോടിയാണോ? എങ്ങനെയുണ്ട് ഓണം? പൂ കെട്ടിട്ടാണോ അമ്പലത്തിലേക്ക് വന്നേ? പൂവിട്ടിട്ടില്ല. പോയിട്ട് പൂവിടണം അല്ലേ? എന്താ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? സാമ്പാർ. സദ്യയിൽ സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് കുട്ടി പറയുന്നത്. പക്ഷേ ഈ മലബാറിനെ സംബന്ധിച്ച് അനിൽ നമ്പ്യാർ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തൂശനിയിലെ ചോറും 4 കൂട്ടം കറികളും ഒക്കെ 2 കൂട്ടം പായസവും ഒക്കെ ഉണ്ടെങ്കിലും ആ ഇലയുടെ തുമ്പത്ത് ഒരു മീൻ പൊരിച്ചതോ ഒരു നോൺ വെജ് ഐറ്റം എന്തായാലും ഉണ്ടാകും എന്നതാണ് ഇവിടെയുള്ള
ഈ മലബാറിൻ്റെ ഓണത്തിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത മാത്രമല്ല, ഇന്നത്തെ ദിവസം 10 തരം പൂക്കൾ പല വീടുകളിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കുറച്ച് ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ 10 ചെമ്പരത്തി ഉണ്ടാകും. ഈ 10ാം ദിവസം ഒന്നാം ദിവസം 1 ചെമ്പരത്തി, 2ാം ദിവസം 2 ചെമ്പരത്തി, അങ്ങനെ 10 ചെമ്പരത്തിയും 10 നിറങ്ങളുള്ള പൂക്കളവുമായിരിക്കും എന്തായാലും ഉണ്ടാവുക. എന്നാൽ ഇവിടെ മുല്ലപ്പൂ കച്ചവടം തകൃതിയായി നടക്കുന്നു. നമുക്ക് ചേട്ടനോട് എങ്ങനെയുണ്ട് ഓണാഘോഷം എങ്ങനെയുണ്ട്? സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞോ? ഇനി പോയിട്ട് വേണോ പൂക്കൾ ഇട്ടോ? ഇല്ല, പൂക്കളിട്ടില്ല, പോയിട്ട് വേണം. അത് തന്നെയാണ് രാഖി, പലർക്കും പോയിട്ട് വേണം, ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷം പോയിട്ട് വേണം പൂക്കളം ഒരുക്കാൻ. നല്ല തിരക്കാണ്, കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണല്ലേ. അതെ അതെ അതെ. നേരത്തെ അനഘ പറഞ്ഞതുപോലെ മലബാറുകാരുടെ ഓണം അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോൺ വെജ് നിർബന്ധമാണ്. എങ്ങനെയാണ് ചേട്ടാ നിങ്ങളുടെ വീട്ടിലൊക്കെ? എൻ്റെ വീട്ടിലൊന്നും നോൺ വെജ് നമ്മൾ ഉൾപ്പെടുത്താറില്ല. പണ്ട് കാലത്ത് ഈ പറഞ്ഞതുപോലെയായിരുന്നു, നമുക്ക് നോൺ വെജ് മസ്റ്റായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നു. സസ്യ ബുക്കുകൾ തന്നെയാണ് ഓണ ദിവസം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ തീർത്ഥയാത്ര അല്ലേ. ബാക്കി നമ്മുടെ അതിഥിയിലേക്ക് പോകാം. ഗായകനും ദേശീയ നീന്തൽ ചാമ്പ്യനും റെയിൽവേ സ്വിമ്മിംഗ് കോച്ചുമായ ശർമ്മ SP നായർ ആണ് ഇന്നത്തെ അതിഥി. ജനൻ TV-യുടെ ഓണപ്പാട്ടിൻ്റെ വൈറലായ ഓണപ്പാട്ടിൻ്റെ ട്രാക്ക് പാടിയത് ശ്രീ ശർമ്മയാണ്. ട്രാക്ക് കേട്ട് ഗാനം ആലപിച്ച ശ്രീനിവാസ് ഈ ശബ്ദത്തെ പ്രശംസിക്കുകയും ചെയ്തു. ചില്ലറക്കാരനല്ല നമ്മുടെ അതിഥി. എന്തായാലും ശർമ്മ SP നായർ ഈ പുത്തൻ പുലരിയിൽ, ഈ തിരുവോണ പുലരിയിൽ ഞങ്ങൾക്കൊപ്പം അതിഥിയായി എത്തിയതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം സ്വാഗതം. ശർമാജി, ഓണാശംസകൾ നേരുന്നു. സ്വിമ്മിംഗ് കോച്ചാണ് റെയിൽവേയുടെ അല്ലേ? ഈ ഗായകൻ കൂടിയാണ്. അതെ, ഈ കോച്ചിൽ ഒരു ഗായകൻ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആകസ്മികമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വൈറലായിട്ടുള്ള ഓണപ്പാട്ടിൻ്റെ ട്രാക്ക് പാടിയത് ശർമാജിയാണ്. ഈ ട്രാക്ക് കേട്ട് ഗാനം ആലപിച്ച ശ്രീനിവാസ് അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു. ആ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ ശർമാജി? അതെ, കൃഷ്ണരാജ് ചേട്ടൻ എൻ്റെ ലിറിക്സ് എഴുതിയ ചേട്ടനാണ് എന്നെ വിളിച്ചത്. ഏകദേശം ഒരു 10 വർഷമായിട്ട് ചേട്ടനായിട്ട് എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നമാതിരി ശർമ്മ ഒരു ട്രാക്ക് പാടിത്തരാമോ എന്ന്. ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴേ അങ്ങനെ വന്ന് പാടിയതാണ്. നല്ലൊരു പാട്ട് പാടാൻ പറ്റി. അത് ശ്രീനിവാസ് സാർ പാടുകയും ചെയ്തു. വളരെ നല്ലൊരു പാട്ട്. ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും. ആ പാട്ട് നമുക്കൊന്ന് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ? അതിലേക്ക് പോവാം. പാട്ടിലേക്ക് പോവാം. ഓക്കെ, പാടാം. ലിറിക്സ് എനിക്ക് ഒന്ന് ഞാൻ നോക്കി പാടാം. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. റിലാക്സ് ചെയ്ത് പാടിയാൽ മതി. നിലവിൽ നെളിയും നിറനീല നിലാവേ, പുലരെ വിരിയൂ അഴകാർന്നൊരു പൂവായി, പൊൻചിങ്ങച്ചിറകേറി ചിത്തം കുളിരേ, ഒരു തുമ്പച്ചിരി തൂകി അത്തം വരവായി, വയൽ നീളെ കിളി തേടും ഓണക്കതിര് മലയാളക്കരയിൽ, നിലവിൽ തെളിയും നിറനീല നിലാവേ, പുലരെ വിരിയൂ അഴകാർന്നൊരു പൂവാ. വളരെ മനോഹരമായി ഹൃദ്യമായി ആലപിച്ചിരിക്കുന്നു ശർമ്മ SP നായർ. നിരവധി ചലച്ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട് അല്ലേ? ഇല്ല, ഞാൻ ഒരു പാട്ട്, അതായത് 2020 എൻ്റെ ഗുരു ശ്രീ വാഴമുട്ടം ചന്ദ്രബാബു അദ്ദേഹം തന്നെ മ്യൂസിക് ചെയ്ത സിനിമയായിരുന്നു. ശ്രീ അനൂപ് പുരുഷോത്ത് അദ്ദേഹമാണ് സംവിധാനം ചെയ്തത്. ഒരു അനുഷ്ഠാന കലയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സിനിമയായിരുന്നു. പച്ചത്തപ്പ് എന്നാണ്. അതിൽ ഞാൻ പാടിയത്, ഭാഗ്യം കിട്ടിയത് മധുചേട്ടനുടെ, മധു ബാലകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. അത് ഡ്യൂറ്റായിരുന്നു. ഡ്യൂറ്റെന്ന് പറഞ്ഞാൽ ആളുടെ സൗണ്ടും എൻ്റെതും കൂടി ചേർന്നിട്ടായിരുന്നു പാടിയത്. ആ പാട്ട് കൂടി ഒന്നാവാം പ്രേക്ഷകർക്ക് വേണ്ടി. അതെ, അത് കാവിൽ നല്ലൊരു മുറ്റമൊരുങ്ങി
കരിവിളക്ക് തെളിയുന്നേ കാവിൽ നല്ലൊരു മുറ്റമൊരുങ്ങി. കരിവിളക്ക് തെളിയുന്നേ കരിനീല രാത്രിയരങ്ങത്ത ചൂട്ടാഴികൾ കത്തുന്നേ. ഇടനെഞ്ചിന്നോരത്തങ്ങനെ തപ്പ് താളത്തുടിയുണർന്നേ. കളമൊന്നായുഴുതുമറിക്കുക ഭൂതത്താന്മാരെ. കാവിൽ നല്ലൊരു മുറ്റമൊരുങ്ങി കരിവിളക്ക് തെളിയുന്നേ കരിനീല രാത്രിയരങ്ങത്ത ചൂട്ടാഴികൾ കത്തുന്നേ. ഇങ്ങനെയായിരുന്നു ആ പാട്ട്. എന്തായാലും കൂടുതൽ ജന ടി വിയുടെ ഫ്ലോറിൽ ഇരിക്കുന്നത് നീന്തൽ താരമാണോ അല്ലെങ്കിൽ ഗായകനാണോ? ആ ഒരു എന്താ പറയേണ്ട ഒരു കൺഫ്യൂഷനിലാണ് നമ്മളുള്ളത്. ഈ തിരുവോണപ്പുലരിയിൽ നമുക്കിപ്പം അതിഥിയായിട്ടുള്ളത് ഗായകനും ദേശീയ നീന്തൽ ചാമ്പ്യനും റെയിൽവേ സ്വിമ്മിംഗ് കോച്ചും യൂട്യൂബറുമായ ശർമ്മ SP നായരാണ്. അദ്ദേഹം ജനം TV ഓണപ്പാട്ടിൻ്റെ ട്രാക്ക് പാടിയ ആൾ കൂടിയാണ്. എന്തായാലും നമ്മൾ 2 പാട്ടുകൾ കേട്ടു. ഈ സമയം എനിക്ക് തോന്നിയ എനിക്കത് പറയണം എന്ന് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ സ്വരം, നമ്മൾ കലാകാരന്മാരെ കമ്പയർ ചെയ്യരുതെന്നാണ്, പക്ഷേ എനിക്ക് MG ശ്രീകുമാറിൻ്റെ ശബ്ദം പോലെ തോന്നിയായിരുന്നു. ചേട്ടൻ അങ്ങനെ തോന്നിയോ? അങ്ങനെ ആരെങ്കിലും ശർമ്മജിയോട് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? കൃഷ്ണരാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേര് പറയാറുണ്ട്. എനിക്ക് അറിയില്ല, ആയിരിക്കാം. MG അറിയാമോ? അറിയാം. അദ്ദേഹത്തിന് സാറ് നമ്മുടെ എൻ്റെ ആദ്യത്തെ ആൽബം, ഞാൻ ഈ റെയിൽവേയിൽ ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ സാലറിയിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ പരശുരാമസ്വാമി ക്ഷേത്രം തിരുവല്ലം അവിടെ ഒരു ആൽബം ചെയ്തു എൻ്റെ സാലറിയിൽ നിന്നുള്ള എടുത്തിട്ട്. അപ്പോൾ ആ സമയത്ത് അതിൽ 2 ഗാനം സാർ പാടിയിരുന്നു. അതിൽ ഒരെണ്ണത്തിൻ്റെ ലിറിക്സും എഴുതിയത് ഞാനാണ്. അങ്ങനെ ഒരു തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഭക്തിഗാനം സാർ പാടിയിട്ടുണ്ട്. പ്രൊഫൈൽ നമ്മൾ പരിശോധിച്ചാലേ ഗായകനാണ്, ലിറിസിസ്റ്റാണ്, യൂട്യൂബറാണ്, ദേശീയ നീന്തൽ ചാമ്പ്യനാണ്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു നീന്തൽ താരമായ ഗായകൻ അല്ലേ. ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അത് മാത്രമല്ല, എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? കുടുംബം തന്നെ നീന്തൽ താരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമാണ് അല്ലേ? അതെ, ഭാര്യ നീന്തൽ താരമാണ്. അവർ ഇപ്പോൾ സെക്രട്ടറിയിലെ അസിസ്റ്റൻ്റാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. മകനുണ്ട്, 3 വയസ്സ്, സ്കൂളിൽ ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. അവൻ്റെ പേര് കൽക്കി രത്നമാരു എന്നാണ്. പാരൻസ്? അമ്മ, അച്ഛൻ. അമ്മ നീന്തൽ താരമായിരുന്നു, ചേച്ചിയും. അങ്ങനെ നമ്മുടെ തിരുവല്ലം കരമനയാറ്റിൽ തന്നെ നീന്തി പഠിച്ചാണ്. തിരുവല്ലം പോയി. എന്താ അങ്ങനെ ഒരു ആഭിമുഖ്യം തോന്നാൻ കാരണം നീന്തലിനോട്? അമ്മ നീന്തൽ താരമായിരുന്നു. പിന്നെ ആ സമയത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, അമ്മയ്ക്കും ചേച്ചിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ തിരുവല്ലത്ത് കരമനയാറ്റിലൊരു നീന്തൽ കൾച്ചർ തന്നെ ഉണ്ട്, നമ്മുടെ OMA തിരുവല്ലം ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിള്ളേർ വന്നു കഴിഞ്ഞാൽ നീന്താൻ വിടുന്നില്ല എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ അതിലോട്ടായതാണ്. കരമനയാറ്റിലാണ് നീന്തി പഠിച്ചത്. അതോടൊപ്പം എങ്ങനെയാണ് ഈ സംഗീതാഭിമുഖ്യം? വീട്ടിലെല്ലാവരും പാടുമോ? എങ്ങനെയാണ്? അച്ഛനും അമ്മയും പാടും, അത്യാവശ്യം പാടും. പിന്നെ ഈ നീന്തലിൻ്റെ സമയമുള്ളത് കൊണ്ട് പാട്ടിനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. ഈ ടീമിൻ്റെ പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ താങ്കൾ നന്നായിട്ട് പാടുന്നുണ്ട്. താങ്ക് യു. പാട്ട് മാത്രമല്ലല്ലോ, പാട്ട് എഴുത്തും ഉണ്ടല്ലോ. അത് സാഹചര്യം വന്നപ്പോൾ എഴുതിയതാണ്. നമ്മുടെ പരശുരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പാട്ട് ചെയ്യണം എന്ന് വന്നപ്പോൾ എഴുതിയതാണ്. എങ്ങനെ, ഡിവോഷണൽ സോങ്സ് ആണോ താല്പര്യം? എഴുത്തും അതുപോലെ പാട്ടും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു താല്പര്യം വന്നാൽ ഇതിനെക്കുറിച്ച് എഴുതാം. നമുക്ക് എന്തായാലും ഇനി ഒരു സിനിമ പാട്ട് കേട്ടാലോ ചേട്ടാ? എന്താ, സിനിമാ പാട്ടിനോട് കമ്പമുണ്ടല്ലോ അല്ലേ? എന്തോ? സിനിമാ പാട്ടിനോട് കമ്പമുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഒരു സിനിമാ പാട്ടാവാം നമുക്ക്. ഓണം പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിരച്ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിരച്ചോതി. പുന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും. നീ വരൂ പൊന്നോലത്തുമ്പി ഈ പൂവിളിയിൽ.
മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. എന്തായാലും വളരെ അല്ലേ മനോഹരമായിട്ട് കാതിന് പാടുന്ന ഭയങ്കര ഓണപ്പാട്ട്. ആ അതെ, സ്വരം നമ്മുടെ ഡെസ്കിൽ നിന്നൊക്കെ അനുഗ്രഹീത എല്ലാവരും ശബ്ദമാണ് അത്. ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഡെസ്കിലുള്ള ജേർണലിസ്റ്റുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് കേട്ട് ആകെ ഒരു അതെ, വലിയ സന്തോഷത്തിലാണ്. അതെ. എന്തായാലും നമുക്ക് ഇതിനിടയിൽ മറ്റൊരു ഗാനത്തിന്റെ റിലീസിനെ കുറിച്ചുള്ള ഒരു പാട്ടിൻ്റെ റിലീസ്. ഓണം സമഭാവനയുടെ സന്ദേശമാണ്. പരസ്പര സ്നേഹത്തിൻ്റെയും ഒത്തുകൂടലിൻ്റെയും ബന്ധങ്ങളുടെയും മഹത്വം വിളിച്ചു പറയുന്ന ഉത്സവം. ആ സന്ദേശവുമായി ഒരുക്കിയ ഒരു ആൽബം സോങ്ങിൻ്റെ റിലീസിനു കൂടി തിരുവോണ ദിനത്തിലെ പുത്തൻപുലരി വേദിയാവുകയാണ്. മലയാളിയുടെ ഗൃഹാതുരത്വം തൊട്ടുണർത്തുന്ന ഗ്രാമക്കാഴ്ചകൾ കോർത്തിണക്കിയാണ് പാട്ട് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും വിശുദ്ധിയുള്ള കേരളത്തെ വീണ്ടെടുക്കാമെന്ന സന്ദേശത്തോടെ ഒരുക്കിയ സുഹൃത കേരളം ഗാനമാണ് ജനം ടി വിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇതിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിൻ രാജാണ്. രചന ഭഗത് ചന്ദ്രശേഖർ. വിജയ് യേശുദാസാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഒപ്പം ആശയം കൃഷ്ണകുമാർ KT, ക്യാമറ ബിജു K കൃഷ്ണൻ, എഡിറ്റർ സുജിർ ബാബു സുരേന്ദ്രൻ. എന്തായാലും നമുക്ക് ആ ഗാനം പാട്ടിലേക്ക്. കേരളം ഇത് ധന്യ കേരളം, സുഹൃത കേരളം ഇത് ധന്യ കേരളം. ശ്യാമാംബരം തഴുകും സഹ്യശൈലമേ, നിൻ കൃപയാണീ മണ്ണിൻ ഞാറ്റു സംക്രമം. സത്യധർമ്മമന്ത്രമോതും കിളിമൊഴിയേ, നിൻ സ്വരമധുരമിവിടെ കുന്നു മാനവഭാവം. മഹിമയേറും മലയാളം മലനിര താഴെ നിലയോളം, മധുരമാമൊരു മധുമാസം മലർച്ചൂടി വരുന്നു ധനുരാവ്. കേരളം ഇത് ധന്യ കേരളം, സുഹൃത കേരളം ഇത് ധന്യ കേരളം. ജ്ഞാനദീപമിനി ആത്മബോധമായി ഇന്ദ്രിയങ്ങളിൽ ഉണരണേ, സ്വഗൃഹത്തിൽ അതിസ്വൈര്യമായൊരു ജീവനത്തിനിടയേകണേ. യൗവനത്തിനതിജീവനത്തിനായി കൈകളിൽ ചുടി നൽകണേ. ആസക്തിയിൽ ബോധശൂന്യരായി കാരുണ്യമുടയാതെ കാക്കണേ. മഹിമയേറും മലയാളം മലനിര താഴെ നിലയോളം, മധുരമാമൊരു മധുമാസം മലർച്ചൂടി വരുന്നു ധനുരാവ്. സുഹൃത കേരളം ഇത് ധന്യ കേരളം, സുഹൃത കേരളം ഇത് ധന്യ കേരളം.
സുഹൃത കേരളം, ധന്യ കേരളം, നഷ്ടപ്പെട്ടതെല്ലാം, കൈമോശം വന്നതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം എന്ന് പറയുന്ന ഒരു പാട്ട്, അങ്ങനെ ഒരു സന്ദേശമാണ് നൽകുന്നത്. സുഹൃത കേരളം വലിയൊരു ഒരു പ്രൊജക്റ്റ് വരാൻ പോവുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. എന്തായാലും നമുക്ക് ഈ വേദിയിൽ ഈ വീഡിയോ ആൽബം സോങ് റിലീസ് ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട് അല്ലേ? എന്തായാലും നമുക്കിപ്പം അതിഥി ശർമ്മ SP നായർ തുടരുകയാണ്. ഗായകനും ദേശീയ നീന്തൽ ചാമ്പ്യനും റെയിൽവേ സ്വിമ്മിംഗ് കോച്ചും യൂട്യൂബറും ലിറിസിസ്റ്റും ഒക്കെയായ ശർമ്മ SP നായർ നമുക്കിപ്പം തുടരുകയാണ്. ഒരു പാട്ട് കൂടിയാവും, അതെ, സമയമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീ ശർമ്മ SP നായർ ഇന്ന് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് നമുക്ക്. അപ്പോൾ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം അല്ലേ? പക്ഷേ താങ്കളുടെ പാട്ട്, കൂടുതൽ പാട്ടുകൾ ഇങ്ങനെ കേൾക്കാൻ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു പാട്ട് കൂടിയാവാം അല്ലേ? ഒരു നമുക്ക് ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ആ പാട്ട് തന്നെ പാടാം. ഒരു 4 വരി പാടാം. യെസ്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാൻ്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ശർമാജി, വളരെയധികം നന്ദി. എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രഭാതം താങ്കൾ പാടി ധന്യമാക്കിയിരിക്കുകയാണ്. എല്ലാവരും, ഈ ഡെസ്കിലുള്ളവരെല്ലാം പറഞ്ഞു താങ്കളുടെ ശബ്ദം. യെസ്, അതാ അവർ എഴുന്നേറ്റ് കൈയടിക്കുകയാണ്. യെസ്, അപ്പോൾ വലിയ വലിയ സന്തോഷം. ഇനിയും നീന്തുന്നതിനോടൊപ്പം താങ്കൾ കൂടുതൽ ഇപ്പം നീന്തിപ്പിക്കുകയാണ്. യെസ്, നീന്തിപ്പിക്കുന്നതോടൊപ്പം കൂടുതൽ പാട്ടുകളും പാടുക. കാരണം അതൊരു ദൈവത്തിൻ്റെ വരദാനമാണ്, അനുഗ്രഹീതമായിട്ടുള്ള ശബ്ദമാണ്. അത് നിലനിർത്തുക. താങ്കൾക്കും കുടുംബത്തിനും തിരുവോണദിനാശംസകൾ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസത്തിൽ, ഇന്നത്തെ പ്രഭാതത്തിൽ ജനം TV പ്രേക്ഷകർക്കായി ഒരു തീർത്ഥയാത്രയാണ് ഒരുക്കിയത് അല്ലേ? നമ്മൾ പത്മനാഭൻ്റെ സവിധത്തിൽ നിന്ന് ആരംഭിച്ച തളി ക്ഷേത്രത്തിലാണ് അവസാനിപ്പിച്ചത്. എന്തായാലും തിരുവോണ ദിനത്തിലെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല അല്ലേ? നിരവധി പരിപാടികൾ വരുന്നുണ്ട്, എല്ലാം കാണണം. ജനം കാഴ്ചകളുണ്ട്. യെസ് യെസ്. അപ്പോൾ നമുക്ക് തൽക്കാലം ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മളും പോകാം. യെസ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി തിരുവോണ ദിന ആശംസകൾ നേർന്നുകൊണ്ട് Thank you.